നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന അടിപൊളി സ്വാദിഷ്ടമായ ഉള്ളിക്കറിയാണ്. നമ്മളെ ഗസ്റ്റൊക്കെ വരുന്ന നേരം വീട്ടിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഭവം ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഉള്ളി വേണം. നമ്മൾ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കടുക് വേണം, അതുപോലെ തന്നെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, കുറച്ച് വെള്ളം വേണം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി വേണം, അതുപോലെ തന്നെ കായപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, ഉലുവ വേണം. അതുപോലെ തന്നെ നമ്മളിത് അവിടെ പുളി വേണം. പുളി നമ്മളിവിടെ പിഴിഞ്ഞ് 1 കപ്പ് പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു 50 ഗ്രാമൊക്കെ നമ്മുടെ സാധാരണ ചെറിയ ഉള്ളി തൊലി പോക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 10-12 ചെറിയ പീസ് നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 4 മുളക് നടു ചീന്തി വെച്ചിട്ടുണ്ട്, പച്ചമുളക്. പിന്നെ ഈ കാണുന്ന കുറച്ച് കറിവേപ്പില. അങ്ങനെ നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ള സാധനം ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പാൻ ഓൾറെഡി ചൂടായതുകൊണ്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ചൂടാവും. അതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ചെറിയ സമയം വെയിറ്റ് ചെയ്യുക, കടുകൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കടുക് ഓരോന്നോരോന്നായിട്ട് മെല്ലെ പൊട്ടി വരുന്നുണ്ട്. ഈ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 10-12 പീസ് വെളുത്തുള്ളി കൂടി അതിലേക്ക് ചേർത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാടി വരണം. അതിൻ്റെ ആ പച്ച കളറും ഒന്ന് മാറണം, അതുപോലെ തന്നെ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് വാടി വരട്ടെ, എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികൾ. നമ്മുടെ ഉള്ളി അത്യാവശ്യം നല്ല പോലെ കളറൊക്കെ മാറി ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വെല്ലുള്ളി ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെല്ലുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി മുഴുവൻ ചേർത്ത് കൊടുക്കുക. മുഴുവൻ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചധിക സമയം തന്നെ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വെല്ലുള്ളിയും ചെറിയ ഉള്ളിയും ഇവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് പോയി സെറ്റായി വരേണ്ടതുണ്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. കാരണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും, കാണാൻ പറ്റുമൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ഒന്നും മറന്നു പോകരുത്. നമുക്ക് എന്തായാലും ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി കുറച്ച് സമയം ഇത് വേവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഗൈസ്, നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വെളുത്തുള്ളി അല്ല, നമ്മുടെ ചെറിയ ഉള്ളിയും ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ മസാലയിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി അതിലേക്ക് പിന്നീട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ മസാലേൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് പോവും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയായിട്ട് മസാല നല്ല പോലെ ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്തോളം നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇതിൽ കിടന്ന് സെറ്റാവണം. നമ്മുടെ മസാലയായിട്ട് നല്ല അടിപൊളിയായിട്ട് മസാലയും ഉള്ളിയും കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ നമ്മുടെ വിഭവത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണം, എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ആവുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിയും അതുപോലെ ബാക്കി എല്ലാ സാധനങ്ങളും കൂടി ഇതിലൊന്ന് കിടന്ന് നല്ല ഉഷാറായിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാകുന്നവരെ ഒന്ന് സെറ്റായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതാ നല്ല അത്യാവശ്യം നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് നമ്മളെ കറി. അപ്പോൾ നമ്മളെ ഉള്ളിക്കറി തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിക്കറിയാണ് കേട്ടോ. നല്ല സ്വാദാണ്. നമുക്ക് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.